ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഐശ്വര്യ എല്ലാവരോടും ആനന്ദ നിലയത്തിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറയുന്നു. ആ സമയത്ത് SI മേഡവും പോലീസും അവിടേക്ക് വരുന്നുണ്ട്. ശ്യാമ വിളിച്ചിട്ടാണ് വരുന്നത്. ഐശ്വര്യ ആനന്ദ നിലയത്തിൽ അധികാരം സ്ഥാപിച്ചതിന്റെ പ്രമാണമൊക്കെ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ SI മേഡം പറയുന്നുണ്ട്, എനിക്ക് ഈ കാര്യത്തിൽ കുറച്ച് ഡൗട്ടുണ്ട്. ഐശ്വര്യ എൻ്റെ കൂടെ വരാനെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഐശ്വര്യം കൂട്ടിയിട്ട് പോകുന്നു. ശേഷം കാണിക്കുന്നത് വസുന്ധരാമ ഒരുപാട് സങ്കടത്തോടെ പറയുന്നുണ്ട്, ആനന്ദ നിലയത്തിൽ നിന്ന് നമുക്ക് ഇറങ്ങാമെന്നൊക്കെ. ശ്യാമ അപ്പോൾ വസുന്ധരാമയോട് പറയുന്നുണ്ട്, പോകാൻ വരട്ടെ, കുറച്ചു നേരം കൂടെ ക്ഷമിക്കണം, ഒരു കാര്യമുണ്ട്, കുറച്ചു നേരം കഴിയുമ്പോൾ മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു. ശ്യാമ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും എല്ലാവരും ശ്യാമ പറയുന്നത് കേട്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ശേഷം കാണിക്കുന്നത് SI മേഡം ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ശ്യാമയുടെ പരാതി ഞാൻ പരിശോധിച്ചു, ഐശ്വര്യ കള്ളപ്രമാണമുണ്ടാക്കി എല്ലാവരെയും പറ്റിച്ചതാണെന്ന് പറയുന്നു. ഈ കാര്യം ആനന്ദ നിലയത്തിൽ എല്ലാവരും അറിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നറിയാതെ അതിശയത്തോടെ നിൽക്കുകയാണ്. ഐശ്വര്യ SI മേഡത്തെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്, പ്രമാണം എവിടെ വെച്ചാണ് തയ്യാറാക്കിയതെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയൊക്കെ. പക്ഷെ അവിടെ ചെല്ലുമ്പോഴും ഐശ്വര്യ പരാജയപ്പെട്ടു പോവുകയാണ്. SI മേഡം ഐശ്വര്യയോട് പറയുന്നുണ്ട്, നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, നിന്നെ കൊണ്ടുപോകാൻ പോകുന്നത് മെന്റൽ ഹോസ്പിറ്റലിലേക്കായിരിക്കുമെന്നൊക്കെ പറയുന്നു. എല്ലാം കൊണ്ടും ഐശ്വര്യ മൊത്തത്തിൽ പ്രശ്നത്തിലാകുന്നുണ്ട്. ഐശ്വര്യക്ക് വട്ടുപിടിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക്